മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ പ്രമുഖ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ കരുണയ്ക്ക് ഭഗവാൻ തന്നെ തിരിച്ചടി കൊടുക്കുന്ന ഒരു എപ്പിസോഡാണ് ഇന്ന് വരാൻ പോകുന്നത്. എന്തായാലും കുഞ്ഞിന് ആ ജാനമ്മ വിഷം കൊടുത്തെങ്കിലും കുഞ്ഞിനൊന്നും സംഭവിക്കുന്നില്ല. ആ സിദ്ധിയായ അമ്മ തന്നെ കുഞ്ഞിൻ്റെ ശരീരത്തിൽ ചെന്ന ആ ഒരു വിഷം വലിച്ചെടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുഞ്ഞിൻ്റെ ശരീരത്തിൽ വിഷം ചെന്ന വിവരം ലേഖയോ അനന്തോ കണ്ണനോ മഹാലക്ഷ്മിയോ ആരും അറിയണില്ല. ഡോക്ടർക്കും അത് മനസ്സിലാവണില്ല. ഡോക്ടറുടെ അടുത്ത് കുഞ്ഞ് എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ ആ സിദ്ധിയായ അമ്മ വിഷത്തിന് പ്രതിവിധി കണ്ടിരുന്നു. എന്തായാലും ഈ ലേഖ ഭയങ്കര സങ്കടത്തിൽ തന്നെയാണ്. ഇനിയിപ്പോൾ എത്ര ദിവസം മോള് നമ്മളുടെ കൂടെ ഉണ്ടാവും അനന്തവേട്ട, മോള് പോയി കഴിഞ്ഞാൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പം അനന്ത് പറയുന്നുണ്ട്, നീ എന്താ ലേഖ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? കണ്ണനും മഹി ആയതുകൊണ്ടല്ലേ നമുക്ക് കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഇത്രയധികം സ്വാതന്ത്ര്യം തന്നിരിക്കുന്നത്. എന്നിട്ടും നീ ഇങ്ങനെയൊക്കെ പെരുമാറി എങ്ങനെയാണ് ശരിയാവണേ? അത് അവർക്ക് ബുദ്ധിമുട്ടാവൂലേ? കുഞ്ഞിനെ അവർ കൊണ്ടുപോകാതിരിക്കാൻ പറ്റില്ലല്ലോ. കുഞ്ഞിനെ കൊണ്ടുപോയാലും നമുക്ക് കാണണമെന്ന് തോന്നുമ്പം എപ്പോൾ വേണമെങ്കിലും നമുക്ക് അവിടെ പോയി കാണാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് മാത്രമല്ല കണ്ണനും മഹിയും ഫൈനാൻസിലേക്കോ ഓഫീസിലേക്കൊക്കെ പോയി തുടങ്ങിയാൽ എന്തായാലും മോളെ നോക്കുന്നത് ലേഖ തന്നെയായിരിക്കില്ലേ. പിന്നെ എന്തിനാ ലേഖ നീ വിഷമിക്കണേന്ന് ചോദിക്കുമ്പം അതല്ല അനന്തവേട്ട, ഇത്രയും ദിവസം ഞാൻ കുഞ്ഞിൻ്റെ ഒപ്പം തന്നെ അല്ലായിരുന്നോ, അതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടെന്ന് പറയുമ്പം അനന്ത് പറയുന്നുണ്ട്, അതൊക്കെ എനിക്ക് മനസ്സിലാവും. ആ കുഞ്ഞുണ്ടായതിന് ശേഷം നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ഒരു റൂമിൽ ഉറങ്ങിയിട്ട് പോലുമില്ല. ഇപ്പം തന്നെ കണ്ണനിങ്ങോട് വന്നതും ലേഖയ്ക്ക് ഇഷ്ടമായിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി. അന്നേരം ലേഖ പറയുന്നുണ്ട്, അതെനിക്ക് കണ്ണേട്ടനോടുള്ള ഇഷ്ടക്കുറവുകൊണ്ടൊന്നുമല്ല, കുഞ്ഞിൻ്റെ അടുത്തുനിന്ന് ഞാൻ മാറി നിൽക്കണമല്ലോ എന്നോർത്തുള്ള വിഷമം കൊണ്ടാന്ന് പറയുമ്പോൾ നീ ഇനി അങ്ങനെയൊന്നും ചിന്തിക്കണ്ട, എന്തായാലും നമുക്ക് കിടക്കാമെന്നും പറഞ്ഞുകൊണ്ട് അനന്ത് ലേഖനെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഇതേസമയം കണ്ണനാണെങ്കിൽ മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട്, ഞാൻ വീട്ടിൽ നിന്ന് പ്രാണനെടുത്ത് കൈ പിടിച്ചുകൊണ്ടാണ് ഓടിയത്. വരാൻ സമയത്ത് അമ്മ ചോദിച്ചു, മോനെ നീ അങ്ങോട്ട് പോവാന്ന്. എന്നിട്ട് അമ്മ വിവരങ്ങൾ അറിഞ്ഞില്ലേന്ന് ചോദിക്കുമ്പോൾ അമ്മയോട് ഞാൻ പറഞ്ഞിട്ടാണ് വന്നത്, കുഞ്ഞിന് സുഖമില്ല, ആസ്പത്രിയിൽ കൊണ്ടുപോകണമെന്ന്. എന്നിട്ട് അമ്മയെ വിളിച്ച് കണ്ണേട്ടൻ വിവരങ്ങൾ പറഞ്ഞു എന്ന് ചോദിക്കുമ്പം ഇല്ല മഹി, ഞാനത് വിട്ടുപോയി, ഫോണെടുത്ത് അമ്മയെ ഒന്ന് വിളിച്ച് പറയട്ടെ എന്നും പറഞ്ഞ് കണ്ണനാണ് ഈ ഫോൺ എടുക്കുന്ന സമയത്ത് ഫോണിലാണെങ്കിൽ ദുർഗയുടെ ഒരുപാട് മിസ് കോൾ വന്ന് കിടക്കണ കാണുന്നുണ്ട്. അന്നേരം കണ്ണൻ മഹിയോട് പറയുന്നുണ്ട്, അമ്മ ഒരുപാട് പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്, ഞാൻ ആ ടെൻഷൻ്റെ ഇടയ്ക്ക് ശ്രദ്ധിക്കാതിരുന്നതാ. എന്നാൽ കണ്ണേട്ടൻ ഇപ്പം തന്നെ അമ്മയെ വിളിച്ച് വിവരം പറയാമെന്നും പറഞ്ഞ് കണ്ണനാണെങ്കിൽ ഫോൺ എടുത്ത് ദുർഗയെ വിളിക്കുന്നുണ്ട്. ഈ സമയത്ത് ദുർഗയാണെങ്കിൽ കണ്ണനെ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് ഈ കരുണ വരുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി അമ്മയെന്ന് വയ്ക്കുമ്പം അല്ല, കണ്ണൻ പോയിട്ട് ഒരു വിവരമില്ല, കുഞ്ഞിന് എന്താ സംഭവിച്ചതെന്ന് അറിയില്ല, അവനെ വിളിച്ചിട്ടാണെങ്കിൽ അവൻ ഫോൺ എടുത്തൂല എന്ന് പറയുമ്പം കരുണയ്ക്ക് മനസ്സിൽ ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. ഇപ്പം അയാൾ കുഞ്ഞ് മരിച്ചതിൻ്റെ സങ്കടത്തിലിരിക്കുമായിരിക്കും. പിന്നെ ഇങ്ങനെ അമ്മ വിളിക്കുമ്പോൾ ഫോൺ എടുക്കണേ, ഇനി അമ്മയ്ക്ക് കുഞ്ഞിനെ കാണണം എന്നുള്ള പരാതിയൊക്കെ ഇന്നത്തോടുകൂടി തീർന്നോളും, നാളെ ജീവനില്ലാത്ത കുഞ്ഞിനെ ആയിരിക്കും അമ്മ കാണാൻ പോണേന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ച് നിൽക്കുമ്പം ദുർഗ ചോദിക്കുന്നുണ്ട്, നീ എന്താണ് ആലോചിച്ച് നിൽക്കണേന്ന് ചോദിക്കുമ്പോൾ അല്ല, ഇനി കുഞ്ഞിനെന്തെങ്കിലും കുഴപ്പമായിട്ടായിരിക്കുമോ കണ്ണേട്ടൻ വിളിക്കാത്തതെന്ന് ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു എന്ന് പറയുമ്പോൾ നിൻ്റെ ആഗ്രഹം അതായിരിക്കും, പക്ഷെ കുഞ്ഞിന് ഒരു കുഴപ്പവും സംഭവിക്കില്ലടി, കണ്ണനും മഹാലക്ഷ്മിയും മനസ്സിൽ ഒരുപാട് നന്മയുള്ളവരാണ്, അതുകൊണ്ട് തന്നെ ആ കുഞ്ഞിന് ഒരാപത്തും ദൈവങ്ങൾ വരുത്തൂല എന്ന് പറയുമ്പോൾ കരുണ പറയുന്നുണ്ട്, ഇപ്പം തന്നെ ആ കുഞ്ഞിന് ആപത്ത് സംഭവിച്ചു കഴിഞ്ഞു, അപ്പോൾ ദൈവങ്ങൾ എവിടെയായിരുന്നു, ഇനി ആ കുഞ്ഞിനെ രക്ഷിക്കാൻ ദൈവങ്ങൾക്കൊന്നും പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ദുർഗയുടെ ഫോണിലേക്ക് കണ്ണൻ്റെ കോള് വരുന്നത്. കണ്ണൻ്റെ കോള് കണ്ടതും ദുർഗ വേഗം തന്നെ മോൻ വിളിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഫോൺ എടുത്തിട്ട് മോനെ എന്താ എടാ, കുഞ്ഞിന് എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കുമ്പം അമ്മ ടെൻഷനാകുമൊന്നും വേണ്ട, കുഞ്ഞിന് ഒരു കുഴപ്പമില്ല, ഇപ്പം നീ എവിടെ ആസ്പത്രിയിലാണോ എന്ന് ചോദിക്കുമ്പം ഇല്ല അമ്മേ, ആസ്പത്രിയിൽ കാണിച്ചിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് വന്നു, കുഞ്ഞിന് എന്ത് പറ്റിയതാണെന്ന് ചോദിക്കുമ്പം അത് വേറെ ഒന്നുമല്ല, ഇന്ന് ആ ജാനമ്മ പാല് കൊടുത്തത് കുറച്ച് കൂടി പോയി, അതുകൊണ്ട് ആ കുഞ്ഞിനിങ്ങനെ ബുദ്ധിമുട്ടുണ്ടായത്, ഇനി പാല് കൊടുക്കുമ്പം അളവ് കുറച്ച് കൊടുത്താൽ മതി എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അന്നേരം ദുർഗ ചോദിക്കുന്നുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ മോനെന്ന് ചോദിക്കുമ്പോൾ ഇല്ലമ്മേ, വേറെ ഒരു കുഴപ്പമില്ല, മോള് സുഖമായിട്ടിരിക്കണമെന്ന്. അത് കേട്ടതും ദുർഗയാണെങ്കിൽ ഇപ്പോഴേ എനിക്ക് സമാധാനമായ, ഞാൻ എത്ര പ്രാവശ്യം നിന്നെ വിളിച്ചു, നീ എന്താ ഫോൺ എടുക്കാതിരുന്നതെന്ന് ചോദിക്കുമ്പോൾ അത് ഞാൻ ആ ടെൻഷനിൽ മറന്നുപോയി അമ്മേ, ഫോൺ വണ്ടിയിലായിരുന്നു, അതാ ഞാൻ എടുക്കാതെ ഇരുന്നത്, എന്തായാലും അമ്മയ്ക്കിപ്പോൾ സമാധാനമായില്ലേ, അമ്മേനെ കിടന്ന് ഉറങ്ങിക്കോ എന്ന് പറയുന്ന. അന്നേരം ദുർഗ പറയുന്നുണ്ട്, ഞാൻ ഈ വിവരം അറിഞ്ഞിട്ട് കിടക്കാമെന്ന് വിചാരിച്ചിരുന്നതാ മോനെ, മോൾക്കൊന്നും പറ്റിയില്ലല്ലോ, ഞാൻ ഇത്രയും നേരം പ്രാർത്ഥനയെ തന്നെയായിരുന്നു. ഈ സമയത്ത് ഈ കരുണയാണെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് ഒട്ടും ഇഷ്ടമാവാതെ ഇങ്ങനെ ദേഷ്യത്തോടുകൂടി നിൽക്കുമ്പം ദുർഗ ഇങ്ങനെ കരുണയുടെ നേരം നോക്കുന്നുണ്ട്. അപ്പോൾ കരുണയുടെ മുഖഭാവം കാണുമ്പോൾ തന്നെ ദുർഗയ്ക്ക് മനസ്സിലാവുന്നുണ്ട് ആ കുഞ്ഞിനൊന്നും സംഭവിക്കാത്തതുകൊണ്ടാണ് കരുണയ്ക്ക് ഇത്ര ദേഷ്യം. എന്താടി കുഞ്ഞിനൊന്നും സംഭവിച്ചില്ല എന്ന് കേട്ടിട്ട് നിനക്ക് ദേഷ്യം വരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്തിനാമ്മേ ദേഷ്യം പറഞ്ഞാൽ, ഞാൻ അതൊന്നും ഓർത്തിട്ടില്ല, ഞാനിങ്ങനെ വെറുതെ നിന്നെന്ന് പറയുമ്പം അതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, നീ ആ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചു കാണുമെന്ന് വിചാരിച്ചിരിക്കുമല്ലായിരുന്നു എന്ന് ചോദിക്കുമ്പം അതെന്തിനാമ്മേ ഞാൻ അങ്ങനെ വിചാരിക്കണം, ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചിന്തിക്കാറില്ല എന്നും പറഞ്ഞ് കരുണ അങ്ങോട്ട് പോകുന്നുണ്ട്. കാരണം നേരെ പോയി റൂമിൽ ചെന്നതും ഫോൺ എടുത്തിട്ട് പ്രതാപനെ വിളിക്കുന്നുണ്ട്. പ്രതാപന ആ സമയം ഉണ്ണിയുടെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചിരിക്കുകയാണ്. ആ സമയത്ത് ഉണ്ണി പറയുന്നുണ്ട്, നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ നടക്കുമെന്ന് ചോദിക്കുമ്പം പിന്നെ നടക്കാതെ ഈ കേസ് എന്തായാലും നടക്കും, ഇന്നത്തോടുകൂടി
ആ കുഞ്ഞ് ഈ ലോകം വിട്ടു പോകുന്ന ആ സമയത്ത് ഉണ്ണി പറയുന്നുണ്ട്, നടന്നാൽ മതി, നിങ്ങൾ പല പ്രാവശ്യവും ഓരോന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒന്നും ഇതുവരെ നടന്നിട്ടില്ല എന്ന്. ഈ സമയത്താണ് കരുണയുടെ ഫോൺ വരുന്നത്. കരുണയുടെ ഫോൺ കണ്ടതും പ്രതാപം വലിയ സന്തോഷത്തോടുകൂടി ഉണ്ണിയോട് പറയുന്നുണ്ട്, മോള് വിളിക്കുന്നുണ്ട്, ആ കുഞ്ഞ് മരിച്ചു എന്ന് പറയാനാ വിളിക്കണേന്നും പറഞ്ഞ് ഫോൺ എടുത്ത് എന്താ മോളേന്ന് ചോദിക്കുമ്പോഴത്തേക്കും അച്ഛൻ എന്തിനാ എന്നെ ഇങ്ങനെ പറ്റിക്കണേന്ന് ചോദിച്ച് കരുണ ദേഷ്യപ്പെടാണ്. ആ സമയത്ത് പ്രതാപൻ ചോദിക്കുന്നുണ്ട്, എന്താ മോളെ, എന്താ പറ്റിയ, മോളെന്താ ഇങ്ങനെ പറയണേന്ന് ചോദിക്കുമ്പോൾ അച്ഛനല്ലേ പറഞ്ഞ കണ്ണൻ്റെ മഹാലക്ഷ്മിയുടെയും കുഞ്ഞ് ഇന്നത്തോടുകൂടി മരിക്കും, അനന്തുവിൻ്റെ വീട്ടിൽ 2 അമ്മമാരുടെ കരച്ചിൽ കേൾക്കുമെന്നൊക്കെ, എന്നിട്ട് ആ കുഞ്ഞിന് ഒന്നും സംഭവിച്ചിട്ടില്ല, ഇപ്പം കരയണത് ഞാനാന്ന്. ആ സമയത്ത് പ്രതാപൻ പറയുന്നുണ്ട്, മോളെ എന്തൊക്കെയാ മോളെ പറയണേ, അങ്ങനെയൊന്നും സംഭവിക്കാൻ വഴിയില്ലല്ലോ, ആ ജാനമ്മ കുഞ്ഞിന് വിഷം കൊടുത്തു എന്നുള്ളത് സത്യ, ആ വിഷം ശരീരത്തിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ആ കൊച്ചു രക്ഷപ്പെടാൻ സാധ്യതയില്ല എന്ന് പറയുമ്പം കരുണ പറയുന്നുണ്ട്, അതൊന്നും എനിക്കറിയില്ല, എനിക്കിപ്പോൾ ഒരു കാര്യം മനസ്സിലായി, എന്നെ സന്തോഷിപ്പിക്കാൻ ഒരിക്കലും അച്ഛന് സാധിക്കില്ല, ഇനിയിപ്പോൾ എന്തായാലും ഞാൻ തന്നെ മുന്നിട്ട് എന്തെങ്കിലും ചെയ്തോളാമെന്നും പറഞ്ഞ് കരുണ ഫോൺ വെക്കുന്നുണ്ട്. ഫോൺ വെച്ചതും ഉണ്ണിയാണ് ഈ ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്, ഈ പ്ലാനും പൊളിഞ്ഞില്ലേ എന്ന്. അന്നേരം പ്രതാപം പറയുന്നുണ്ട്, അങ്ങനെയൊന്നും പറയാൻ പറ്റില്ലടാ, എന്തായാലും അത്രയും വിഷം ചെന്നിട്ടും ആ കൊച്ചു മരിച്ചില്ല എന്നാണ് പറഞ്ഞതെന്ന് പറയുമ്പോൾ ഉണ്ണി ചോദിക്കുന്നുണ്ട്, ഇതിനു മുമ്പ് നിങ്ങൾ ആ മഹാലക്ഷ്മിക്ക് വിഷം കൊടുത്തില്ലേ, എന്നിട്ട് മഹാലക്ഷ്മിയുടെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചോ, ആ കൊച്ചു ഒരു കുഴപ്പമില്ലാതെ ഭൂമിയിൽ ജനിച്ചില്ലേ, അതുപോലെ തന്നെയായിരിക്കും ഇതെന്ന് പറയുമ്പോൾ പ്രതാപം പറയുന്നുണ്ട്, ഇനിയിപ്പോൾ എല്ലാവരും പറയണത് പോലെ ഈ കുഞ്ഞും ദൈവത്തിൻ്റെ വല്ല അവതാരമാണോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ണി പറയുന്നുണ്ട്, നിങ്ങൾ പരാജയപ്പെട്ടപ്പോൾ ഇനി അത് പറഞ്ഞാൽ മതി, ഇനി ആ കുഞ്ഞിനെ ദൈവമാക്കിയാൽ മതിയല്ലോ എന്ന് പറഞ്ഞതും അതല്ലടാ ഉണ്ണി, ഇതിനു മുമ്പ് പല പ്രാവശ്യം മഹാലക്ഷ്മിയെയും കണ്ണനെയും കൊല്ലാൻ നോക്കിയെങ്കിലും കൃത്യസമയത്ത് അവരെ രക്ഷിക്കാൻ ആരെങ്കിലുമൊക്കെ വരുമായിരുന്നു, ഇതും അതുപോലെ തന്നെയല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ണി പറയുന്നുണ്ട്, ഇപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി, നിങ്ങൾക്ക് വാചകം മാത്രമേ ഉള്ളൂ, നിങ്ങളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ജാനമ്മേനെയാണ്. ജാനമ്മയാണെങ്കിൽ ഇങ്ങനെ രാവിലെ എഴുന്നേറ്റിട്ട് കണ്ണൻ്റെ വീട്ടിലോട്ട് പോകാണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്ത് മകനും മരുമോളും വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇന്നമ്മ ജോലിക്ക് പോകണില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എങ്ങനെ അങ്ങോട്ട് പോകാനാ, ആ കുഞ്ഞിന് ഞാൻ ഇന്നലെ വിഷം കൊടുത്തിട്ടല്ലേ വന്നേന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട്, അതിന് ആ കുഞ്ഞിനൊന്നും സംഭവിച്ചില്ലല്ലോ എന്ന് പറയുമ്പോൾ, എന്നാലും ആ കുഞ്ഞിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്നെ സംശയമാവൂലേ, അതുകൊണ്ട് ഞാൻ പോകണില്ല എന്ന് പറയുമ്പം അവരമ്മേനെ സംശയിക്കൊന്നുമില്ല, അമ്മ ചെന്നില്ലെങ്കിൽ അമ്മയെ അവർ സംശയിക്കുള്ളൂ എന്ന്. അങ്ങനെ ഇവരുടെ നിർബന്ധത്തിന് ജാനമ്മയാണെങ്കിൽ അനന്തുവിൻ്റെ വീട്ടിലോട്ട് വരുന്നുണ്ട്. ഇതേസമയം കണ്ണൻ രാവിലെ എഴുന്നേറ്റിട്ട് ആ ജാനമ്മയെ കണ്ടില്ലല്ലോ മഹിന്ന് ചോദിക്കുമ്പം മഹാലക്ഷ്മി പറയുന്നുണ്ട്, എല്ലാ ദിവസവും ഈ സമയത്ത് വരാറുള്ളതാ, ഇന്നെന്താ വൈകണേന്ന് അറിയില്ല, ഇനിയിപ്പോൾ വല്ല അസുഖമായിട്ടാണോ എന്ന് അറിയില്ലല്ലോ കണ്ണേട്ടാന്ന് പറയുമ്പോൾ ആ സമയത്താണ് ജാനമ്മ വീട്ടിലേക്ക് വന്നത്. ജാനമ്മയെ കണ്ടതും അനന്ത് പറയുന്നുണ്ട്, ആളെത്തിക്കഴിഞ്ഞു എന്ന്. ആ സമയത്ത് ജാനമ്മയ്ക്കാണെങ്കിൽ നല്ല പേടിയാവുന്നുണ്ട്, കുഞ്ഞിന് വിഷം കൊടുത്തത് മനസ്സിലായിട്ടാണോ ഇങ്ങനെ പറയണേന്ന് ഓർത്ത്. ആ സമയത്ത് കണ്ണൻ വന്നിട്ട് പറയുന്നുണ്ട്, ആ അമ്മ വന്നതുകൊണ്ട് മോൾക്ക് ഒരുപാട് ആശ്വാസമുണ്ട്, മോളിപ്പോൾ കരച്ചിലൊക്കെ നിർത്തിയെന്നാ മകി പറഞ്ഞതെന്ന് പറയുമ്പോൾ ഈ ജാനമ്മയ്ക്കാണെങ്കിൽ ഭയങ്കര സങ്കടമാവുന്നുണ്ട്, ഇത്രയും നല്ലൊരു മോനോടും അവരുടെ മോളോടും കുഞ്ഞിനോടൊക്കെയാണല്ലോ ഞാൻ ഈ ഒരു ചതി ചെയ്തത്, ഭഗവാനെ എന്നോട് ക്ഷമിക്കണേ ഭഗവാനെ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് കണ്ണൻ ചോദിക്കുന്നുണ്ട്, അമ്മ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കണേന്ന് ചോദിക്കുമ്പോൾ ഇല്ല മോനെ, മോൾ എന്തെടുക്കുവാന്ന് ചോദിച്ചതും മോൾക്ക് ഇന്നലെ പാല് കുടിച്ചത് കൂടി പോയിട്ട് കുറച്ച് അസ്വസ്ഥതകളൊക്കെ ഉണ്ടായിരുന്നു അമ്മ, പക്ഷെ ഞങ്ങൾ ആസ്പത്രിയിൽ കൊണ്ടുപോയി കുഴപ്പമൊന്നുമില്ല, ഇനിയിപ്പോൾ പാല് കൊടുക്കുമ്പോൾ കുറച്ച് കൊടുത്താൽ മതി, അധികം പാലൊന്നും കൊടുക്കണ്ടെന്ന് പറയുന്നത് കേട്ടതും ജാനമ്മ ഭഗവാനെ നീ കാത്തു എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് കുഞ്ഞിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. അങ്ങനെ തൊട്ടി കിടക്കണ കുഞ്ഞിനെ കാണുമ്പോൾ ജാനമ്മയ്ക്കാണെങ്കിൽ ഭയങ്കര സങ്കടം വരുന്നുണ്ട്, ഈ ഒരു കുഞ്ഞിനെ അല്ല ഭഗവാനെ കൊല്ലാൻ ആ ദുഷ്ടന്മാരെ എന്നെ ഏൽപ്പിച്ചതെന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് കുഞ്ഞിനെ തൊട്ടി ആട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കരുണേനെയാണ്. കരുണയ്ക്കാണെങ്കിൽ ഈ കുഞ്ഞിനൊന്നും സംഭവിച്ചില്ല എന്ന് കേട്ടിട്ട് അത് സഹിക്കാനേ പറ്റണില്ല. അങ്ങനെ മുത്തശ്ശിക്ക് വിളിക്കുമ്പം മുത്തശ്ശി പറയുന്നുണ്ട്, നീ എന്തായാലും ഇനി ഭഗവാനെ കൂട്ടുപിടിക്കുമോളെ, ആ പൂജാമുറിയിൽ ഇരിക്കുന്ന അയ്യപ്പ വിഗ്രഹം ഇല്ലേ മഹാലക്ഷ്മിയുടെ, അതിന് ദൈവിക ശക്തിയുണ്ട്, അത് മാത്രമല്ല അതിന് ശരിക്കും ജീവനുണ്ടെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്, അതുകൊണ്ട് മോളിനി ആ അയ്യപ്പ ഭഗവാന്റെ മുന്നിൽ പോയി നിന്ന് പ്രാർത്ഥിക്കുക, അപ്പം മഹാലക്ഷ്മിക്കും കുഞ്ഞിനും എന്തെങ്കിലും സംഭവിക്കുമെന്ന. അപ്പോൾ മുത്തശ്ശി അങ്ങനെ പ്രാർത്ഥിച്ചാൽ സംഭവിക്കുമെന്ന് ചോദിക്കുമ്പോൾ മോളൊന്ന് പ്രാർത്ഥിച്ച് നോക്കും മോളെ എന്ന് പറയുന്നത്. അങ്ങനെ കരുണയാണെങ്കിൽ വേഗം കുളിച്ച് പൂജാമുറിയിലോട്ട് പോകുന്നുണ്ട്. ഈ സമയത്ത് ദുർഗ കരുണ പൂജാമുറിയിലേക്ക് പോകണ കാണുമ്പോൾ ഇവളെന്തായിരുന്നു പതിവില്ലാതെ പൂജാമുറിയിലേക്ക് കയറണേ, അല്ലെങ്കിൽ ഇവൾ ഒരിക്കലും പൂജാമുറി കയറാറില്ലല്ലോ, അതും ആ മഹാലക്ഷ്മിയുടെ അയ്യപ്പ വിഗ്രഹം ഉള്ളതുകൊണ്ട് ഇവൾക്ക് ആ മുറിയിലേക്ക് കയറണ പോലും ഇഷ്ടമല്ല, ഇന്ന് ഇവൾക്ക് എന്ത് പറ്റിയെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പം കരുണയാണെങ്കിൽ പൂജാമുറി ചെന്ന് വിളക്ക് കത്തിച്ചിട്ട് അയ്യപ്പ ഭഗവാന്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത്, ഇനിയെങ്കിലും ദൈവങ്ങളെല്ലാം എനിക്ക് കൂട്ടു നിൽക്കണം, ആ മഹാലക്ഷ്മിയും കണ്ണനും കുഞ്ഞും സന്തോഷമായിട്ട് ജീവിക്കാനുള്ള അവസരം കൊടുക്കരുത്, എൻ്റെ ആഗ്രഹമെല്ലാം നടത്തി തരണമെന്നും പറഞ്ഞിങ്ങനെ പ്രാർത്ഥിച്ചിട്ട് അയ്യപ്പ വിഗ്രഹത്തിലേക്ക് നോക്കുമ്പം
ഇതിന്നൊരു പ്രകാശം വരുന്നത് പോലെ ഈ കരുണയ്ക്ക് തോന്നുന്നുണ്ട്. അതുമാത്രമല്ല കരുണയുടെ മേലൊക്കെ പൊള്ളണത് പോലെയും കരുണയ്ക്ക് തോന്നിയിട്ട് കരുണ ഭഗവാനെ രക്ഷിക്കണേന്നൊക്കെ പറഞ്ഞതും വീണ്ടും അയ്യപ്പ ഭഗവാന്റെ വിഗ്രഹം നല്ലോണം ജ്വലിക്കുന്നത് പോലെ കരുണയ്ക്ക് തോന്നുന്നുണ്ട്. അതേസമയം തന്നെ കരുണയ്ക്ക് ദേഹമൊക്കെ പൊള്ളണത് പോലെയും തോന്നിയിട്ട് കരുണ പേടിയോടുകൂടി അയ്യപ്പ ഭഗവാന്റെ നേരെ നോക്കുമ്പോൾ വീണ്ടും ഭഗവാൻ കത്തി ജ്വലിക്കണ പോലെയാണ് ഈ കരുണയ്ക്ക് തോന്നണേ. ഇതെന്താ ഭഗവാൻ ഇങ്ങനെയൊക്കെ സംഭവിക്കണേ, ഇനി ഈ വിഗ്രഹം എന്നെ ഉപദ്രവിക്കുമെന്നൊക്കെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് കരുണ വേഗം തന്നെ പേടിച്ച് പുറത്തേക്ക് ഇറങ്ങി ഓടുന്നു. ഇതേസമയം ദുർഗ അവിടെ നിന്ന് ഈ കരുണ വരുന്നത് കാണുന്നുണ്ട്. എന്നിട്ട് എന്താടി എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അതല്ല അമ്മയെ, ഞാൻ പൂജാമുറി കയറി പ്രാർത്ഥിക്കുമായിരുന്നു. ആ സമയത്ത് ആ അയ്യപ്പ വിഗ്രഹത്തിന് ഭയങ്കര വെളിച്ചം വന്നു, എൻ്റെ മേല് പൊള്ളണ പോലെയൊക്കെ തോന്നി, ഞാനത് കണ്ട് പേടിച്ചിറങ്ങി ഓടിയതാന്ന് പറയുമ്പോൾ നീ പൂജാമുറി കയറിയിട്ട് എന്താടി പ്രാർത്ഥിച്ചത്, ഇനിയിപ്പോൾ മഹാലക്ഷ്മിക്കും കണ്ണനും കുഞ്ഞിനും എന്തെങ്കിലും സംഭവിക്കണമെന്നാണോ നീ പ്രാർത്ഥിച്ചതെന്ന് ചോദിക്കുമ്പോൾ അതൊന്നും അല്ല അമ്മയെ, ഉണ്ണിയേട്ടനൊക്കെ നല്ലത് വരണമെന്നും പറഞ്ഞാൽ ഞാൻ പ്രാർത്ഥിച്ചതെന്ന് പറയുമ്പോൾ ദുർഗ പറയുന്നുണ്ട് നീ അതാ പ്രാർത്ഥിച്ചെങ്കിൽ നിനക്ക് ഒരിക്കലും ആ വിഗ്രഹത്തിൽ നിന്നും മോശം അനുഭവം ഉണ്ടാവില്ലല്ലോ. ഞാനിപ്പോൾ ദിവസങ്ങളായിട്ട് ആ വിഗ്രഹത്തിൻ്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കണതല്ലേ, എനിക്കൊരു മാറ്റവും തോന്നിയില്ലല്ലോ എന്ന് പറയുമ്പോൾ കരുണ പറയുന്നുണ്ട് അതൊന്നും എനിക്കറിയില്ല അമ്മേ, ഞാനാകെ പേടിച്ചു പോയി, എനിക്ക് മേലൊക്കെ പൊള്ളണ പോലെ തോന്നിയെന്ന് പറയുമ്പോൾ തന്നെ ഈ ദുർഗയ്ക്ക് മനസ്സിലാവുന്നുണ്ട് ഇവള് കണ്ണനെയും മഹാലക്ഷ്മിയെ നശിപ്പിക്കാനുള്ള എന്തെങ്കിലും പ്രാർത്ഥനയായിരിക്കും അവിടെ നടത്തിയെന്ന്. അങ്ങനെ ദുർഗ പറയുന്നുണ്ട് നീ ആ വിഗ്രഹത്തിൻ്റെ മുന്നിൽ ചെന്ന് നിന്നിട്ട് മഹാലക്ഷ്മിക്ക് ദോഷം വരാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും, അതുകൊണ്ട് ആ വിഗ്രഹം നിനക്ക് തിരിച്ചടി തന്നത്. ശരിക്കും ആ വിഗ്രഹം വെറും ഒരു വിഗ്രഹമല്ല, ജീവനുള്ള അയ്യപ്പസ്വാമി തന്നെയാണ്. അതുകൊണ്ട് ഇനിയെങ്കിലും നീ അതിൻ്റെ മുന്നിൽ നിന്ന് ആവശ്യമില്ലാത്തത് പറയരുതെന്ന് പറയുമ്പോൾ കരുണ പറയുന്നുണ്ട് അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ അമ്മയെന്ന്. ആ സമയത്ത് ദുർഗ പറയുന്നുണ്ട് നീ എന്താ പ്രാർത്ഥിച്ചതെന്നൊക്കെ എനിക്കറിയാം, ഈ കണ്ണനും മഹാലക്ഷ്മിയും അവരുടെ കുഞ്ഞും ഇല്ലാതാവണമെന്നല്ലേ നീ പ്രാർത്ഥിച്ചത്, നീ അങ്ങനെ എന്ത് പ്രാർത്ഥിച്ചാലും അവർക്കൊന്നും സംഭവിക്കാൻ പോണില്ല. കണ്ണനും മഹാലക്ഷ്മിയും ദൈവത്തിൻ്റെ അനുഗ്രഹമുള്ളവരാ, അതുപോലെ തന്നെ അവർക്ക് ജനിച്ച ആ കുഞ്ഞും ദൈവിക ശക്തിയുള്ള കുഞ്ഞാ. അതുകൊണ്ട് അന്ന് മഹാലക്ഷ്മിയുടെ ഉള്ളിൽ വിഷം ചെന്നിട്ടും ആ കുഞ്ഞിനൊന്നും സംഭവിക്കാതെ ആ കുഞ്ഞ് ഈ ഭൂമിയിലോട്ട് വന്നേന്ന്. അത് കേട്ടതും കരുണയ്ക്കാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട്. ആ സമയത്ത് ദുർഗ പറയുന്നുണ്ട് നിനക്ക് എന്താടി ആ കുഞ്ഞിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ദേഷ്യം വരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പം ഇല്ലമ്മേ എനിക്ക് ദേഷ്യമൊന്നും മന്നില്ല എന്ന് പറയുന്നത്. ആ സമയത്ത് ദുർഗ പറയുന്നുണ്ട് ഇനിയെങ്കിലും നീ നല്ലത് ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്താൽ അതിൻ്റെ ഗുണം കിട്ടാൻ പോകുന്നത് നിനക്കും ഉണ്ണിക്കും പിന്നെ നിനക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനും ആയിരിക്കും. ഇനിയെങ്കിലും മഹാലക്ഷ്മിയെയും കണ്ണനെയും സ്നേഹിച്ച് ജീവിക്കാൻ നോക്കുന്നത്. അത് കേട്ടതും കരുണയാണെങ്കിൽ ഇങ്ങനെ ദേഷ്യത്തോടു കൂടി നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.